എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ബെല്ലാസ് കിച്ചൻ. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്ക്രാമ്പിൾഡ് എഗ് ആണ്. നമ്മൾ ടൊമാറ്റോൻ്റെ എപ്പോഴും സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കും. ഇതൊരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഞാൻ ഇതിന് ഒരു ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാബേജ്, പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു സവാള, പിന്നെ കുറച്ച് പെപ്പർ, ഒരു 4 മുട്ട, ഇത്രയുമാണ്. പിന്നെ കുറച്ച് പച്ചമുളക്, ഇത്രയുമാണ് സ്ക്രാമ്പിൾഡ് എഗ്ഗിന് ആവശ്യം. നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തവ വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട്, നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ഓയിൽ വേണ്ടവർക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ബട്ടർ. ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടറിലേക്ക് ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടിരിക്കണം. സവാള നന്നായിട്ട് സോട്ട് ചെയ്യുക. സവാള സോട്ടാകുമ്പോഴത്തേന് നമുക്ക് ഈ മുട്ടയൊന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ഒരു ഹാൻഡ് കൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിവിടെ മുട്ട നന്നായി പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാള ഒക്കെ നന്നായിട്ട് സോട്ടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ബാക്കി അരിഞ്ഞിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ടൊന്ന് സോട്ട് ചെയ്യാം. ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് സോട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ടാണ്. നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാബേജും ക്യാരറ്റും എല്ലാം നന്നായി സോട്ടായിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നെയ്യിൽ കിടന്ന് വഴുതുന്നതിൻ്റെ നല്ലൊരു മണമുണ്ട്. ക്യാപ്സിക്കം കൂടി ഇട്ട് സോട്ട് ചെയ്യാം. ഒത്തിരി വേവിക്കേണ്ട കാര്യമില്ല. ക്യാപ്സിക്കം ഒക്കെ കുറച്ച് പച്ചയായിട്ട് തന്നെ കിടക്കണം. നമുക്ക് ഇതിലേക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയുടെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കുറച്ചൊന്ന് വഴുന്നവരെ വെക്കുക. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇത് മാറ്റിയിട്ട് നമ്മളുടെ എഗ്ഗ് വെച്ച് കൊടുക്കുക. ഇതിന് നന്നായിട്ട് സോട്ട് ചെയ്യുക. നമ്മുടെ എഗ്ഗൊക്കെ നന്നായിട്ട് സോട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് സ്ക്രാമ്പിൾ ആകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ബാക്കിയുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗിൻ്റെ വെറൈറ്റിയാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ചും കൂടി ഒന്നിനായിട്ട് നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇങ്ങനെ നമ്മുടെ സ്ക്രാമ്പിൾഡ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.